അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, പ്രിയമുള്ള ശ്രോതാക്കളെ, ഈ ഭൗതികമായ ജീവിതം നശ്വരമാണ്, താൽക്കാലികമാണ്. നമ്മളെല്ലാവരും ഇവിടെ നിന്നും പോകേണ്ടവരാണ്. ഒരു ദിവസം എല്ലാവരും ഇവിടെ നിന്ന് പോകും, അത് ഉറപ്പാണല്ലേ. ജനിച്ചിട്ടുണ്ടോ മരിക്കും, ഒരു സംശയ വിഷയത്തിലില്ല, ആർക്കുമില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനിക്ക് യഥാർത്ഥ ബുദ്ധിയില്ല എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ടെന്നുള്ളതാണ്. ഏതൊരു വിശ്വാസിയും അവിശ്വാസിയും, അവൻ നിരീശ്വരവാദിയാണെങ്കിലും ശരി, മരിക്കും എന്നുള്ള വിഷയം അവൻ വിശ്വസിക്കുന്നുണ്ട്, ഏതൊരാളും. അപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് പോകും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ ജീവിതത്തിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. അവനാൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ തയ്യാറെടുപ്പ് നടത്തുക. എന്തൊക്കെയാണ് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്മകളിൽ വർദ്ധിപ്പിക്കുക എന്നർത്ഥം. നമ്മുടെ ദൈനംദിന ജീവിതം അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചെയ്യണം. അതോടൊപ്പം എന്ത് ചെയ്യുക? ഒരു കുടുംബത്തിന് പോറ്റുന്ന ഒരാളാണെങ്കിൽ അവനക്ക് എപ്പോഴും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാനോ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കാനോ പറ്റില്ലല്ലോ. അവൻ്റെ ജോലിക്ക് പോകണം. അവനെ കുടുംബത്തിനെ പോറ്റേണ്ട കാര്യങ്ങൾ അവൻ അന്വേഷിക്കണം, അതിങ്ങനെ കണ്ടുപിടിക്കണം. അതോടൊപ്പം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പോകുമെന്നുള്ള ആ ഓർമ്മ അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം എന്നർത്ഥം. അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അത് അവനാലേക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാം. ഫർളായ കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. അതിനുശേഷം സുന്നത്തുകൾ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുക. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അതൊക്കെ പുറത്തു തരും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഷിർക്കല്ലാത്ത എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറക്കും. ഷിർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളതാണ്. പങ്കു ചേർക്കുക എന്നാൽ അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ രണ്ട് അള്ളാഹുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം മറ്റാരെങ്കിലുമൊക്കെ ആരാധിക്കുക, അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം മറ്റാരെങ്കിലും ഒക്കെ ചോദിക്കുക. നമ്മൾ ഫാത്തിഹ സൂറത്തിൽ എന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നല്ലേ. അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നല്ല പറയുന്നത്. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. അപ്പം ഇങ്ങനെ ഷിർക്ക് വെക്കുക, ഇങ്ങനെ ഷിർക്ക് വെച്ചാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കില്ല. അല്ലാത്ത എന്ത് ദോഷം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് പുറത്തു തരും. പക്ഷേ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളുണ്ടെങ്കിൽ, ദോഷമുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു, അടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ട്, അങ്ങനെ മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അവർ തമ്മിൽ തന്നെ തീർക്കണം, മരിച്ചു പോകുന്നതിന് മുമ്പായിട്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ അതിന് വിചാരണ വേറെ നേരിടേണ്ടി വരും പരലോകത്തിൽ. അപ്പോൾ എന്ത് പറഞ്ഞു വെച്ചാൽ, അള്ളാഹുവിലേക്ക് നാം അടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഭൗതികമായ ജീവിതം നശ്വരമാണ്, താൽക്കാലികമാണ്. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. കാരണം അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു കാരുണ്യവാനാണ്. നമുക്കറിയാം, അള്ളാഹുവിലേക്ക് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ വളരെ വിരലെണ്ണാവുന്ന മാത്രമാണ് പിന്നെ ശിക്ഷിക്കുന്നവൻ തുടങ്ങിയ അർത്ഥങ്ങളുള്ളത്. ബാക്കിയുള്ളതൊക്കെ കരുണയുമായി ബന്ധപ്പെട്ടതാണ്. ഗഫൂറാണ്, റഹീമാണ്, അങ്ങനെ കരുണയുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൂടി ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണത്? ജഅലല്ലാഹു റഹ്മ 100 ജുസ്ഇൻ ഫഅംസക ഇൻദഹു 99 ജുസ്ആ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ ആക്കി 100 ഭാഗമാക്കി. ഇതൊക്കെ നമുക്ക് മനസ്സിലാകാനുള്ള ഒരു സാങ്കല്പിക പ്രയോഗങ്ങളാട്ടോ.
ഫഅംസക ഇൻദഹു 99 ജുസ്ആ, അതിൽ 99 അള്ളാഹു എന്ത് ചെയ്തു? അവൻ്റെ അടുക്കൽ തന്നെ സ്റ്റോക്ക് ചെയ്തു, അവിടെ തന്നെ വെച്ചു. വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ, ഭൂമിയിലേക്ക് അതിൽ നിന്ന് ഒരൊറ്റ ശതമാനം മാത്രം, 99% അവിടെ തന്നെ അള്ളാഹിൻ്റെ അടുക്കൽ സ്റ്റോക്ക് ചെയ്തിട്ട് 1% മാത്രം ഭൂമിയിലേക്ക് ഇട്ട് കൊടുത്തു. ഫമിൻ ദാലിക്കൽ ജുസി യതറാഹമുൽ ഖൽഖ് ഹത്താ തർഫഉൽ ഫറസ് ഹാഫിറഹാ അൻ വലദിയ ഖശ്യത അൻ തുസീബഹു. അപ്പോൾ ഈ 1% പെട്ടതാണ് ഈ ഭൂമി ലോകത്തുള്ള എല്ലാ കരുണയും. മനുഷ്യർ മൊത്തം ചെയ്യുന്ന എല്ലാ കരുണയും കൂട്ടുകയാണെങ്കിൽ ഈ 1% ഉണ്ടാവുള്ളൂ. മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങളും. ഹത്താ തർഫഉൽ ഫറസ് ഹാഫിറഹാ, കുതിര തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടി കാലിൻ്റെ ആ കുളമ്പിനെ ഉയർത്തിപ്പിടിക്കുന്നത്, അതുവരെ അതിൽ പെട്ടതാണെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ഭൂമി ലോകത്ത് മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ചെയ്യുന്ന എല്ലാ കരുണയും എന്തിൽപ്പെടും? ഈ ഒരൊറ്റ ശതമാനത്തിൽപ്പെടും എന്നർത്ഥം. ബാക്കി 99% അള്ളാഹുവിൻ്റെ അടുക്കൽ സ്റ്റോക്ക് ചെയ്തിരിക്കണം. അള്ളാഹു എന്തിനു വേണ്ടി? അള്ളാഹ്ക്കറിയാം നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളെ സൃഷ്ടിച്ചത് അവനാണല്ലോ. ഇപ്പം മനുഷ്യർക്കൊരു പ്രത്യേകത ഉണ്ട്, അവൻ തെറ്റ് ചെയ്യും. മനുഷ്യർ തെറ്റ് ചെയ്തായിരിക്കണമെങ്കിൽ പിന്നെ അമ്പിയാക്കളുടെ ആ മർത്തബയിലേക്ക് എത്തണം, പ്രവാചകനോടെ മർത്തബയിലേക്ക് എത്തണം, സ്ഥാനത്തിലേക്ക്. അപ്പോൾ നമ്മളൊന്നും അതല്ലല്ലോ, നമ്മളൊക്കെ സാധാരണക്കാരായ തെറ്റുകൾ ചെയ്യുന്ന, ധാരാളം തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ അള്ളാഹുവിനത് അറിയും. അപ്പോൾ അതിനാണ് അള്ളാഹു ആ കാരുണ്യത്തിൻ്റെ 99% അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തു. എന്തിനു വേണ്ടി? നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മോട് കരുണ ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മൾ തോപ ചെയ്യണ്ടോ? തോപ ചെയ്യാതെ ചെന്നത് കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം കഴിഞ്ഞു പോയ തെറ്റുകളെക്കുറിച്ച്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരും. അള്ളാഹു അതിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.